നമസ്കാരം. ഒരു ക്യാമ്പ് നടത്തിയാലോ എന്നായി KPCCയുടെ ആലോചന. അതാകുമ്പോൾ വിമർശിക്കേണ്ടവരെ നിരത്തിയിരുത്തി പാർട്ടിയുടെ ചെലവിൽ വിമർശിക്കാം. ആർക്കും നോവില്ല. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരെ കാര്യമായി ഒന്ന് സ്മരിക്കുകയും ചെയ്യാം. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി വയനാട്ടിൽ ഒന്ന് കൂടാ എന്നായി തീരുമാനം. കാര്യം, കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനം കഴിഞ്ഞ 2019 മുതൽ തന്നെ വയനാടാണല്ലോ. അത് മാത്രമല്ല, എല്ലാ ഉഡായിപ്പിലും ഡോക്ടറേറ്റ് എടുത്ത സിദ്ദിഖിന്റെ വീടും അവിടെ തന്നെ. മരുഭൂമിയിൽ മരുപ്പച്ച തേടാൻ പോയില്ലെങ്കിൽ സിദ്ദിഖ് വയനാട്ടിൽ തന്നെ ഉണ്ടാകും. സുരേന്ദ്രൻ പേര് മാറ്റാത്തത് കൊണ്ട് ബത്തേരിയും അവിടെ സേഫായി തന്നെയുണ്ട്. അതുകൊണ്ട് വയനാട് തന്നെയാണ് ക്യാമ്പ് നടത്താൻ പറ്റിയ സ്ഥലം. ലീഗുകാർക്ക് കുറച്ച് എതിർപ്പൊക്കെയുണ്ട്, അതങ്ങ് മാറ്റുകയും ചെയ്യാം. അവിടെ നേതൃസ്ഥാനത്തേക്ക് തങ്ങളെ അവഗണിക്കുന്നു എന്നൊരു ചെറിയ പരാതിയും ഈ ലീഗുകാർക്കുണ്ട്. എന്തായാലും ഇത്തവണ ഒരു ഭാഗ്യമുണ്ടായി. തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും പോക്കറ്റിൽ വെച്ചിരുന്ന പതാക എടുത്ത് കെട്ടിത്തുടങ്ങുകയും ചെയ്തു. ആർക്കും ഒരു പരാതിയും വേണ്ടല്ലോ. നാടൊട്ടുക്ക് നോട്ടീസ് കൊടുത്ത് ക്യാമ്പിനായി എല്ലാവരെയും വിളിച്ചു. പക്ഷേ 2 പേര് മാത്രം എത്തിയില്ല. KPCC അധ്യക്ഷനായതുകൊണ്ട് അല്പം ഗതി കെട്ടിട്ടാണെങ്കിലും ചുരം കയറി സുധാകരനും ഇരിട്ടി മാനന്തവാടി റൂട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ടും കാര്യമായി ഒന്നും മിണ്ടാനില്ല. കേരളത്തിൽ കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ വിജയിപ്പിച്ചത് ഞാനാണേ എന്ന മെട്ടിൽ KC കാലിന്മേൽ കാൽ കയറ്റി കാര്യമായി പ്രവർത്തകരെ ഉപദേശിക്കുന്നു. ഉപദേശം കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. അതെ, നമ്മുടെ തമ്മിത്തല്ലൽ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, KC പറഞ്ഞു. അത് ശരിയാണ്. പാർട്ടിയെ ആലപ്പുഴയിൽ വലിയ തോൽവിയിൽ നിന്ന് രക്ഷിച്ചെടുത്തത് KC ആണല്ലോ. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ എന്നായി ബാക്കിയുള്ള പ്രവർത്തകർ. 19-ൽ ഷാനിമോൾ ഉസ്മാന് കിട്ടിയ വോട്ടിനേക്കാൾ കുറവാണല്ലോ KCക്ക് കിട്ടിയത് എന്ന് പരസ്പരം പറഞ്ഞു. ഉസ്മാൻ എന്ന് കേട്ടപ്പോൾ അത് പേറ്റന്റ് ഉള്ള വാക്കാണ്, ആവശ്യമില്ലാത്തടത്ത് പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞ് ചെന്നിത്തല ചാടി എഴുന്നേറ്റു. ഇതല്ല എന്ന് പറഞ്ഞ് സാധാരണ പ്രവർത്തകർ ചെന്നിത്തലയെ ശാന്തനാക്കി. എന്നാൽ KC അതിലൊന്നും വീണില്ല. BJP കേരളത്തിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായി പ്രവർത്തിക്കാൻ ഇറങ്ങണം, തമ്മിൽ തല്ലരുത്. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷേ എന്ത് ചെയ്യാനാ? ആരെങ്കിലും പുറത്തു നിന്ന് എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ പോകാതിരിക്കാൻ കഴിയുമോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, മുരളിയേട്ടൻ്റെ സ്വന്തം പെങ്ങൾ, അതും ലീഡറിന്റെ മകൾ. അതിനും KC ഒരു വഴി കണ്ടെത്തി. കത്തി താഴെ ഇറ എന്ന് 3 പ്രാവശ്യം പറയും. എന്നിട്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ടും നിന്നില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യടാവേ എന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറയും. അത്രയുള്ളൂ. എല്ലാവരും അവരവരുടേതായ ആശയങ്ങൾ ക്യാമ്പിൽ പ്രകാശിപ്പിച്ചു. അല്ല, മുരളിയേട്ടൻ വന്നില്ലേ? ആരോ ചോദിച്ചു. മറ്റാരോ ചോദിച്ചു, മുല്ലപ്പള്ളി സാറിനെയും കണ്ടില്ലല്ലോ. അപ്പോഴാണ് സത്യത്തിൽ സതീശനും അക്കാര്യം അറിഞ്ഞത്. അതോ അറിഞ്ഞതായി നടിച്ചതോ? വരില്ല, മുരളിയേട്ടൻ മനമെടുത്തിറങ്ങിപ്പോയതല്ലേ. മുരളിക്കിട്ട് ഒരു പണി കൊടുത്തതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാതിരുന്ന സതീശൻ അതിശയം അഭിനയിച്ചു. അതെന്താ വരാഞ്ഞത് എന്നൊരു ചോദ്യവും. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറിയെന്ന് സതീശൻ കുറച്ചു കഴിഞ്ഞ് മനസ്സിലാക്കാനാണ് സാധ്യത. കാര്യം, സതീശനെതിരെ ശക്തമായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കാനാണ് മുരളീധരൻ വിട്ടുനിൽക്കുന്നത്. സുധാകരൻ മനസ്സിൽ പറഞ്ഞു, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണെന്ന്. അതറിഞ്ഞാൽ പിന്നെ സതീശന്റെ ഉറക്കം പോകുന്ന വഴി പോലും അറിയില്ല. ഇത്രയുമായപ്പോൾ സതീശനോട് ആരോ ചോദിച്ചു, സാറേ, നമുക്ക് അധികാരത്തെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട, പകരം താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കണം എന്നാണല്ലോ. ആര് പറഞ്ഞു എന്നായി സതീശൻ. നമുക്ക് പ്രത്യയശാസ്ത്രമേ വേണ്ട, അധികാരം അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അല്ലാതെ വേറൊന്നുമില്ല. പുറത്ത് മാത്രം മതേതരത്വം പറഞ്ഞാൽ മതി. അധികാരത്തിന് വേണ്ടി നമുക്ക് ആരുടെ കൂട്ടു വേണമെങ്കിലും കൂടാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ SDP-യെ തോളോട് തോൾ ചേർത്ത് നിർത്തിയില്ലേ? അതുപോലെ ഇനിയും നിർത്തണം. അതാണ് പ്രധാനം. അല്ലാതെ പ്രത്യയശാസ്ത്രം കെട്ടിപ്പിടിച്ചിരുന്നാൽ നമ്മുടെ വിഷൻ 2025 പുഷ്പിക്കില്ല എന്ന്. ഇതിനിടയിൽ ആരോ ചോദിച്ചു, അല്ല, നമ്മൾ ചന്ദ്രൻ ഒരു ഗോളം മാത്രമാണെന്ന് കണ്ടെത്തിയില്ലേ? അവിടെ ആൾക്കാർ കുടില് കെട്ടി താമസം തുടങ്ങിയെന്നും കേൾക്കുന്നല്ലോ. ഇത് കേട്ട സുധാകരൻ ചോദിച്ചു, കെട്ടി, അതല്ലല്ലോ ഇവിടെ ചർച്ചാ വിഷയം. സാറേ, മൊത്തം പറയാൻ വിടുമോ എന്നായി മറുചോദ്യം. എന്നിട്ട് പറഞ്ഞു, ചന്ദ്രനിൽ ആൾക്കാർ പോയിട്ടും ഇവിടെ പാർട്ടിക്കാരിൽ വലിയ മുമ്പന്മാർ, കൂടോത്രം, തകിട്, ആൾ രൂപം എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മോശമല്ലേ? ഇത്തരക്കാർ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുന്നവരല്ലേ എന്നും ആ വിരുദ്ധൻ ചോദിച്ചു. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് വായെടുത്ത് പറയാൻ തുടങ്ങിയപ്പോൾ ഡയലോഗ് വന്ന ദിശ കുറച്ച് മാറിപ്പോയി. ശബ്ദത്തിന് കുറച്ച് കടുപ്പമുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ.
അങ്ങനെ വല്ലയിടത്തൂടെയും പോയ വയ്യാവേലി ഏണി വെച്ച് പിടിച്ച സന്തോഷത്തിൽ ഉണ്ണിത്താൻ ചിരിച്ചുകൊണ്ട് ഇരുന്നു. ശശി തരൂർ പുതിയ നേതാവാണല്ലോ. മിക്കവാറും മുരളീധരനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി എല്ലാ പ്രവർത്തനവും നടത്തും എന്ന് ഉറപ്പിച്ചാണ് തരൂരിന്റെ നിൽപ്പ്. അതിന് നിശബ്ദമായി ഒത്താശ ചെയ്തുകൊണ്ട് സുധാകരനും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. തരൂർ പറഞ്ഞു, അതെ, ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിജയം നേടുമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. എന്ത് വിഷൻ വെച്ചാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്ന നേട്ടവും ഉണ്ടാക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 92 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന്റെ വോട്ട് കുറഞ്ഞു. ഇതിൽ 77 സീറ്റുകൾ കോൺഗ്രസ് സീറ്റുകളാണ്. 18 സീറ്റ് വിജയിച്ചെന്ന ആത്മവിശ്വാസത്തിനൊപ്പം കോൺഗ്രസിനും UDFനുമേറ്റ തിരിച്ചടിയും നമ്മൾ ഉൾക്കൊള്ളണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീ പ്രാതിനിധ്യവും കുറഞ്ഞു. ജാഗ്രതയില്ലാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പരാജയമുണ്ടാകുമെന്നും തരൂര് കയറി അങ്ങ് പറഞ്ഞു. അപ്പോ അത് ആരാ ഇയാളെ തുറന്നു വിട്ടത് എന്നായി സതീശൻ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും സർക്കാർ അത്ര പോരാ എന്ന അഭിപ്രായമാണ് സുധാകരനുള്ളത്. ജനവിരുദ്ധ നയങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം, സർക്കാരിനെ പോലെ ആകരുത് എന്ന് മാത്രം പറഞ്ഞു. അത് ശരി, അപ്പോൾ അറിയാമായിരുന്നു അല്ലേ കോൺഗ്രസിന്റെ പ്രവർത്തനം മുഴുവൻ ജനവിരുദ്ധത ആയിരുന്നുവെന്ന്? അതെങ്ങനെ? സർക്കാർ കൊണ്ടുവരുന്നതിനെല്ലാം എതിർത്ത് നടന്നത് ആരാ? പ്രതിപക്ഷം. അതിന്റെ നേതാവാരാ? VD സതീശൻ. അപ്പോ എല്ലാത്തിൻ്റെയും ഉത്തരവാദി ആരാ? അതും സതീശൻ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ജനവിരുദ്ധതയ്ക്ക് പ്രധാന കാരണക്കാരനാരാണ്? അതും ആകെ മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ VD സതീശൻ. അടുത്ത മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായി VD സതീശനെ നിർത്താമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ കോൺഗ്രസിന്റെ ഈ വിഷൻ 2025. കൂടോത്ര ദൈവങ്ങൾ സഹായിച്ച് അങ്ങനെ ഒരു ചോദ്യം ഈ ക്യാമ്പ് അവസാനിക്കുന്നത് വരെ ഉണ്ടാകാതിരിക്കട്ടെ.